ശാന്തി. ഇത് കൃഷി ഗ്രാമവികസന വകുപ്പ് മുഖേന നടപ്പിലാക്കി വരുന്ന രാജഋഷി മാതൃകാ കൃഷിത്തോട്ടമാണ്. വരൂ നമുക്ക് ഇതിന്റെ ഒരു അവലോകനം ചെയ്യാം. ഈ മോഡൽ ഒരു ചെറിയ കർഷകന് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇന്നത്തെ പ്രശ്നം ഇതാണ്, അതായത് കൃഷിയുടെ ഏരിയ കുറഞ്ഞു വരുന്നു, ജനസംഖ്യ വർദ്ധിച്ചും വരുന്നു. മാത്രമല്ല പിന്നെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്, വിഷവസ്തുക്കളെ കൊണ്ട് കർഷകൻ സ്വന്തം വയറു നിറയ്ക്കുകയാണ്, അതേപോലെ മറ്റുള്ളവരുടെയും. അതിനാൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഒരു ചെറിയ സ്ഥലത്ത് എങ്ങനെ കൃഷിക്കാരന് മാർക്കറ്റിംഗ് ഇല്ലാതെയും ആത്മസംതൃപ്തിയോടെയും കൃഷി ചെയ്യാമെന്ന് കാണിച്ചു തരികയാണ്. ഞങ്ങൾ ഇവിടെ കന്നുകാലികളെ ആധാരമാക്കിയാണ് കൃഷി ചെയ്യുന്നതും ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്നതും. ഇതിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ കൃഷിസ്ഥലവും സശക്തീകരിക്കുന്നു. കാർഷിക ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് മണ്ണിലെ ജൈവാംശം വർദ്ധിപ്പിക്കുന്നു. അതിലൂടെ കൃഷിയിടങ്ങളിലെ വെള്ളം കൃഷിയിടങ്ങളിൽ തന്നെ നിലനിർത്തുന്നു. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഞങ്ങൾ പരമാത്മാവിന്റെ ഓർമ്മയും ശ്രേഷ്ഠ സങ്കല്പങ്ങളും ഭാവനയും ഉപയോഗപ്പെടുത്തുന്നതിലൂടെ കൃഷി ഫലദായകമാവുകയും ഭൂമി ഊർജ്ജസ്വലമാവുകയും ചെയ്യുന്നു. മാത്രമല്ല ജൈവാംശങ്ങൾ ഭൗതിക രീതിയിൽ വർദ്ധിക്കുന്നതോടൊപ്പം യോഗ രീതിയിലൂടെ അത് ശക്തിശാലിയാകുന്നു. ഈ കാരണത്താൽ തന്നെ ഇവിടെ കൃത്രിമ വളമോ യൂറിയയോ ഉപയോഗിക്കാതെ തന്നെ വളരെ ഫലദായകമാകുന്നു. രാസവളങ്ങൾ ഇല്ലാതെയും മാർക്കറ്റിങ്ങിന് പ്രയാസമില്ലാത്തതുമായ മാർഗങ്ങളെക്കുറിച്ച് ഇന്നത്തെ കൃഷിക്കാരനിൽ ഒരു അവബോധം ഉണർത്തുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ രീതി അവലംബിക്കുന്നത്. ഇനി അങ്ങോട്ട് നമുക്ക് കാണാം എങ്ങനെ ഈ രീതി കൃഷികളിൽ പ്രയോഗിച്ചത്, അതും വൈവിധ്യമായ കൃഷികൾ. ഇവിടെ താങ്കൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭക്ഷ്യധാന്യ കൃഷിയാണ്. ഇതിൽ നമുക്ക് 3 വിധത്തിലുള്ള ഗോതമ്പുകൾ ഉണ്ട്. എത്ര ഉയരമാണ് ഇവയ്ക്ക്? ഇത് ഫാം ഗോതമ്പാണ്, ഇത് കട്ടിയാർ ഗോതമ്പാണ്. ഇത് വെള്ളത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. നോക്കൂ, ഇതിന്റെ ഉയരം താങ്കൾക്ക് മനസ്സിലായില്ലേ? എനിക്ക് 5.5 അടി ഉയരമാണ്. നോക്കൂ, എനിക്ക് സമം ഉയരമുണ്ട്. ഇത് രാസവളങ്ങളോ കെമിക്കലോ ഉപയോഗിക്കാത്തവയാണ്. ഇവിടെ ഞങ്ങൾ പശു ആധാരിതമായ സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. വെള്ളത്തിനോടൊപ്പം വളത്തിന്റെ രൂപത്തിൽ ഗോകൃപ യോഗാമൃതം കൂടി ചേർക്കുന്നു. താങ്കൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇവയെല്ലാം ഞങ്ങൾ ഒരു ഭക്ഷ്യധാന്യ കൃഷി രൂപത്തിലാണ് ചെയ്യുന്നത്. അടുത്തത് ഞങ്ങളുടെ ഔഷധ സസ്യ കൃഷിയാണ്. ഇതാണ് ഞങ്ങളുടെ കൽച്ചി. ഇത് മസാലകളിലും ചേർക്കാറുണ്ട്. ഇത് ഔഷധങ്ങളിൽ ഉപയോഗിക്കുന്ന അശ്വഗന്ധയാണ്. ഇപ്രകാരം നാം കുറച്ചെങ്കിലും കൃഷിക്കാർ ഇവ കൃഷി ചെയ്താൽ അവർക്ക് സഹജമായി തന്നെ സാമ്പത്തികമായും ലാഭകരമായും ആത്മസംതൃപ്തിയും ലഭിക്കും. ഇത് സുഗന്ധദ്രവ്യ കൃഷിയാണ്. ഇവിടെ താങ്കൾക്ക് മല്ലിയില കൃഷി കാണാം, അവിടെ മുള്ളങ്കി കാണാം, പിന്നെ ഇലാച്ചിയുണ്ട്, അതിനടുത്ത് ജീരകം എന്നീ സുഗന്ധദ്രവ്യങ്ങളാണ്. പിന്നെ പുഷ്പകൃഷിയാണ്. ഇക്കാലത്ത് വിവാഹം തുടങ്ങി മറ്റ് ഏതൊരു ഫംഗ്ഷനും പുഷ്പങ്ങൾക്ക് നല്ല ഡിമാൻഡാണ്. അതിനാൽ നമ്മൾ കർഷകർ ഒരു പുഷ്പകൃഷി വാണിജ്യ രൂപത്തിൽ കൃഷിസ്ഥലത്തിന്റെ അല്പം ഭാഗത്ത് ചെയ്യുകയാണെങ്കിൽ അവർക്ക് നിത്യവും നല്ല വരുമാനം ലഭിക്കും. ഇവിടെ ഞങ്ങൾ കൃഷിയുടെ ഒരു മാതൃകയായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൽ എന്തൊക്കെയാണെന്ന് താങ്കൾക്ക് കാണാം. ഇതിന്റെ 4 ഭാഗത്തുമുള്ള അതിർത്തിയിൽ ഞങ്ങൾ 300 വിവിധ ഇനങ്ങളിൽപ്പെട്ട ഫലം തരുന്ന ചെടികൾ നട്ടിരിക്കുന്നു. ഇതിന്റെ അകത്ത് ഞങ്ങൾ പലവിധത്തിലുള്ള തൈകൾ നട്ടിട്ടുണ്ട്. താങ്കൾക്ക് കാണാം, ഇത് ഡ്രാഗൺ ഫ്രൂട്ട് ആണ്. ഇതിനു നടുവിൽ പപ്പായയാണ്. 10 അടി വിട്ടാണ് തൈകൾ നട്ടിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ചെടികൾ തമ്മിൽ തൊടാതിരിക്കും. മഴവെള്ളം കൊണ്ടുതന്നെ എല്ലാ തരത്തിലുമുള്ള ഫലം കിട്ടിക്കൊണ്ടിരിക്കും. കൂടുതൽ അധ്വാനിക്കേണ്ടി വരില്ല. മാത്രമല്ല ഇടയ്ക്കിടയ്ക്കുള്ള ഗ്യാപ്പുകൾ വെറുതെ കളയാതെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അവിടെ അതിർത്തിയിൽ താങ്കൾക്ക് കാണാം കക്കരി, പിന്നെ ഇടയ്ക്ക് അല്പമെങ്കിലും സൂര്യപ്രകാശം ലഭിക്കുന്ന ഇടങ്ങളിൽ അർബിയുണ്ട്, പച്ചക്കറികളുണ്ട്, സഖായിയുണ്ട്. അങ്ങനെ മണ്ണിൽ 1 ഇഞ്ച് പോലും സ്ഥലം വെറുതെ വിടാതെ ഉൽപാദനക്ഷമമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ സ്ട്രോബെറിയും ഉണ്ട്.
ഇത് വളരെ നല്ല ഫലം തരുന്നതാണ്. ഞങ്ങൾ 2-3 തവണ ഇതിന്റെ കായ് പറിച്ചെടുത്തു. ഇവിടെ സ്ട്രോബെറി സാവധാനം പിടിച്ചു വരുന്നുണ്ട്. വളരെ വിലപിടിപ്പുള്ള പഴമാണ്. കൃഷിക്കാർ ഇങ്ങനെയുള്ള കൃഷി ചെയ്യുകയാണെങ്കിൽ അവർക്ക് സാമ്പത്തികമായി വളരെ ലാഭകരമാകും. അതിനാൽ എല്ലാവർക്കും തന്നെ എല്ലാ വിളവുകൾക്കും ഈ ശാശ്വത യോഗ കൃഷി അവലംബിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇവിടെ മൾട്ടി ലെയർ കൃഷിയിൽ ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്നാൽ ഒരേ സ്ഥലത്ത് 4-5 വിധത്തിലുള്ള ചെടികൾ നടുന്നു. ഇത് തക്കാളിയാണ്, ഇതിനടുത്തും തക്കാളിയാണ്. ഇതിനിടയിൽ ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. കടലയിട്ടിട്ടുണ്ട്. ഈ കടല നൈട്രജൻ ഉൽപ്പാദിപ്പിക്കാനായി സഹായിക്കുന്നതാണ്. മണ്ണിൽ നൈട്രജൻ ചേർന്നാൽ ഇത് പരസ്പര പൂരകമാണ്. മറ്റൊരു പ്രശ്നവുമില്ല. ചുവട്ടിൽ മല്ലിയില അതിന്റെ രീതിയിൽ വളം വലിച്ചെടുക്കുന്നു. അതേപോലെ താഴെ മണ്ണിനടിയിൽ കിഴങ്ങ് വർഗങ്ങളാണ്. ഇപ്രകാരം ഒരു ചെടിയും മറ്റൊന്നിനെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലാണ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ചെടിയുടെ വലുപ്പം അനുസരിച്ച് ഇവയെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് നട്ടിരിക്കുന്നു. ഇത് ഞങ്ങളുടെ പയറുവർഗ്ഗങ്ങളുടെയും എണ്ണക്കുരുവിന്റെയും കൃഷിയാണ്. ഇവിടെ ഞങ്ങൾ ആദ്യത്തെ വരിയിൽ കടലയും ഇടയ്ക്ക് കടുകും ഇട്ടിരിക്കുന്നു. അത് വിളവെടുത്തു കഴിഞ്ഞു. ഇത് എണ്ണക്കുരുവിൽപ്പെട്ട അലസിയാണ്. മറ്റേത് മസൂർ, അത് പയറുവർഗ്ഗത്തിൽ പെടുന്നു. ഇതിന്റെ കോൺസെപ്റ്റ് ഇങ്ങനെയാണ്. അതായത് പയറുവർഗ്ഗ ചെടികൾ മണ്ണിൽ നൈട്രജൻ ചേർക്കുന്നു, നൈട്രജൻ സ്വീകരിച്ച് മണ്ണിലേക്ക് കൊടുക്കുന്നു. രണ്ടാമത്തെ ചെടി മണ്ണിൽ നിന്ന് നൈട്രജൻ സ്വീകരിച്ച് വളരുന്നു. ഇവ രണ്ടും കൂടി സമന്വയിക്കുന്നതിലൂടെ മണ്ണിന്റെ ഊർവര ശക്തി സന്തുലിതമാകുന്നു. ഒപ്പം വിളവുകളുടെ ഉൽപാദനവും വർദ്ധിക്കുന്നു. ഇവിടെ ഞങ്ങൾ ഒരു അലൗകിക കുടിൽ തയ്യാറാക്കിയിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ രാവിലെയും വൈകുന്നേരവും കുറച്ചു സമയം ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്ത് മുഴുവൻ കൃഷികളെയും എമർജ് ചെയ്ത് അവയ്ക്ക് സകാശ് കൊടുക്കുന്നു. സകാശ് എന്നാൽ സകാരാത്മകമായ സങ്കല്പം. ശ്രേഷ്ഠ ഭാവനകൾ കൊടുക്കുന്നു. കൃഷിരീതികൾ, വിളകൾ ശക്തിശാലിയായി മാറുന്നു. അതിനോടൊപ്പം പരമാത്മാവിന്റെ കുടത്തണലിലേക്ക് ഇവയെ എമർജ് ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾ രാവിലെയും വൈകുന്നേരവും ഈ ഉയർന്ന സ്ഥാനത്തിരുന്ന് ധ്യാനാവസ്ഥയിൽ പരമാത്മാവുമായി കണക്ട് ചെയ്ത് വൈബ്രേഷൻ കൊടുക്കുന്നു. താങ്കൾക്ക് കാണാം, ഇത് 4-5 മാസത്തെ തയ്യാറെടുപ്പാണ്. ഓരോ വിളയും ഇവിടെ പുഷ്പിച്ചിരിക്കുന്നു. ഇതിന് തൊട്ടടുത്ത് താങ്കൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യോഗി കൃഷി തൈകളുടെ നഴ്സറിയാണ്. കുറച്ച് സ്ഥലത്ത് ഈ നഴ്സറിയും താങ്കൾ കൃഷിക്കാർക്ക് ചെയ്യാൻ കഴിയും. ഇത് നോക്കൂ, മുൻകൂട്ടി തന്നെ തൈകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏത് ചെടിയാണോ നടേണ്ടത് വിളവെടുത്ത് മണ്ണ് കാലിയാകുന്നതോടെ അതിനു മുൻപേ തന്നെ ഞങ്ങൾ നഴ്സറിയിൽ ചെടികൾ തയ്യാറാക്കുന്നു. ഇവിടെ തണ്ണിമത്തന്റെ തൈകൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ മത്തങ്ങയാണ്, കുപ്പിവെള്ളരിയുണ്ട്, വെള്ളരിക്കയുണ്ട്. ഇതൊക്കെ മുൻകൂട്ടി തന്നെ തയ്യാറാക്കണം. കർഷകന് 10-15 ദിവസത്തോളം ലാഭിക്കാൻ കഴിയും. കൂടാതെ പൈസയും ലാഭിക്കാൻ കഴിയുന്നു. ഇവിടെ ഞങ്ങൾ കേവലം പച്ചക്കറി തൈകൾ മാത്രമല്ല തയ്യാറാക്കുന്നത്, മറിച്ച് ഫലപുഷ്പ തൈകളുമുണ്ട്. ആവശ്യമനുസരിച്ച് ഞങ്ങൾ ഈ തൈകളും ഇവിടെ തന്നെ തയ്യാറാക്കുന്നുണ്ട്. അതിനാൽ മാർക്കറ്റിൽ നിന്നും ഒന്നും വാങ്ങേണ്ടത് തന്നെയില്ല. ഇത് ഞങ്ങളുടെ യോഗി ഗൃഹവാടികയാണ്. എന്നുവെച്ചാൽ യോഗിക് രീതിയിൽ പച്ചക്കറികൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. സ്വന്തമായി ഭൂമിയില്ല, പക്ഷെ കെട്ടിടമുണ്ട് എങ്കിൽ ടെറസിൽ എങ്ങനെ എളുപ്പത്തിൽ ചെടികൾ വളർത്തിയെടുക്കുവാൻ കഴിയും. ജൈവ യോഗിക് രീതിയിലുള്ള പച്ചക്കറികൾ എങ്ങനെ വളർത്താം, ഇതും ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഈ ടെറസിൽ എങ്ങനെ ഗ്രോ ബാഗ് വെക്കാം, അതിൽ മണ്ണും വളവും നിറച്ച് പച്ചക്കറികൾ എങ്ങനെ വളർത്താം, ഇത് താങ്കൾക്ക് കാണാം. ഇത് തെർമോകോൾ ഷീറ്റാണ്. ഇതിൽ ഞങ്ങൾ മണ്ണും വളവും ചേർത്ത് നിറച്ച് അതിൽ ഉലുവച്ചെടി വളർത്തിയിരിക്കുന്നു. എല്ലാ ഭാഗത്തും താങ്കൾക്ക് പലതരത്തിലുമുള്ള പച്ചക്കറികൾ കാണാം. ഇവിടെ തക്കാളി വളർത്തുന്നു, മുളകും വഴുതനയും ഇട്ടിട്ടുണ്ട്. ഇവിടെയും ഞങ്ങൾ സ്ട്രോബെറി ഇട്ടിട്ടുണ്ട്. ഇവിടെ നോക്കൂ, ഒരു ചെറിയ ചെടിയിൽ എത്ര നന്നായാണ് വഴുതന ഉണ്ടാകുന്നത്. ഇവിടെ നഴ്സറി തൈകളാകട്ടെ, യോഗി ഗൃഹവാടികയാകട്ടെ, ചെടികൾ ഞങ്ങൾ നന്നായി വെള്ളം നനയ്ക്കുന്നു. അതിനു മുൻപായി ഞങ്ങൾ ഡ്രമ്മിലെ വെള്ളത്തെ ചാർജ് ചെയ്യുന്നു. അതായത് അതിലെ നെഗറ്റിവിറ്റിയെ സമാപ്തമാക്കുന്നു. എന്തുകൊണ്ടെന്നാൽ
കെമിക്കലുകൾ ഇന്ന് ഭൂഗർഭജലം പോലും വിഷമാക്കുന്നു. അതിനാൽ ഞങ്ങൾ അങ്ങനെയുള്ള വെള്ളത്തെ ദൃഷ്ടി കൊടുത്ത് പരമാത്മാവിന്റെ ഓർമ്മയിൽ സങ്കല്പ ഭാവനകൾ വച്ചുകൊണ്ട് ശക്തി കൊടുക്കുമ്പോൾ ഇത് റീചാർജ് ആകുന്നു. അതായത് ഇതിൽ നെഗറ്റിവിറ്റി ഇല്ലാതെയായി പോസിറ്റിവിറ്റി വന്നു ചേരുന്നു. അങ്ങനെയുള്ള വെള്ളം നാം ചെടികൾക്ക് കൊടുക്കുമ്പോൾ വിളകളുടെ അവസ്ഥ വളരെ നല്ലതാകുന്നു. മാത്രമല്ല വിളവിലും വളരെ വ്യത്യാസമുണ്ടാകുന്നു, അതായത് വർദ്ധിക്കുന്നു. ഇവിടെ താങ്കൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാടൻ പശുക്കളെയാണ്. അവയുടെ ചാണകവും മൂത്രവും ഉപയോഗിച്ച് ഞങ്ങൾ ഗോ ആധാരിതമായ വളവും ഉണ്ടാക്കുന്നു. ഇതിലൂടെ സ്വാഭാവികമായ പോഷണം ലഭിക്കുന്നു. ചെടികളെ ബാധിക്കുന്ന കീടാണുക്കളെ നിയന്ത്രിക്കുവാനും ഇത് ഉപയോഗിക്കുന്നു. പരിസരത്തുള്ള സ്വാഭാവികമായ ചെടികളുടെ ഇലകൾ മുതലായവയുടെ സത്തെടുത്ത് ഞങ്ങൾ ദ്രവരൂപത്തിലുള്ള ജീവാമൃതം, ഗോകൃപ ജീവാമൃതം ഉണ്ടാക്കുന്നു. ഉണ്ടാക്കുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും അതിൽ യോഗത്തിന്റെ പ്രയോഗം ചേർക്കാൻ ശ്രദ്ധ കൊടുക്കുന്നു. ഒപ്പം പരമാത്മാവിന്റെ ഓർമ്മയുടെ സകാശവും കൊടുക്കുന്നു. അതിലൂടെ ജീവങ്ങൾ വളരെയധികം വർദ്ധിക്കുകയും തൈകൾക്ക് ശക്തി പകരുകയും ചെയ്യുന്നു. മാത്രമല്ല ഇത്തരം ദ്രവരൂപത്തിലുള്ള പദാർത്ഥങ്ങൾ ഡ്രിപ്പ് രീതിയിൽ വെള്ളത്തിനോടൊപ്പം കൊടുക്കുന്നു. തുള്ളിത്തുള്ളിയായി കൊടുക്കുന്നതിനാൽ വെള്ളവും കുറച്ചേ ചെലവാകൂ, എളുപ്പത്തിൽ ചെയ്യാവുന്നതുമാണ്. ഇതിലൂടെ തികച്ചും രാസവസ്തു കീടനാശിനികൾ ഞങ്ങൾ ഒഴിവാക്കുന്നു. ഇതെല്ലാം തന്നെ പൂർണ്ണമായും ജൈവാംശ വർധനത്തിനു വേണ്ടി ഗോ ആധാരിതമായിട്ടുള്ളതാണെന്ന് താങ്കളോട് പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് ഒരു നാടൻ പശുവിന്റെ ചാണകം 1 ഗ്രാമിൽ 3 മുതൽ 4 ലക്ഷം വരെ ജീവാണുക്കൾ ഉണ്ടാകും. അതിനെ ഞങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് ശർക്കരയും മോരും കലർത്തി 7-8 ദിവസം ഇളക്കിക്കൊടുത്ത് സൂക്ഷിക്കുന്നു. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്ത് അനേകം ഇരട്ടിയായി വർദ്ധിക്കുന്നു. അതോടൊപ്പം ഓർമ്മയുടെ ബലത്തിലൂടെ അത് സശക്തമാകുന്നു. ശക്തി പ്രാപിച്ചു വിളകൾ പ്രയോജനപ്പെടുത്തുന്നു. ആദ്യ വർഷങ്ങളിൽ തന്നെ നമ്മുടെ നിലത്തിലുള്ള നെഗറ്റിവിറ്റി ഇല്ലാതാവുകയും പോസിറ്റിവിറ്റി വീണ്ടും തിരികെ വരുന്നത് കൊണ്ട് നല്ല വിളവ് ലഭിക്കുകയും ചെയ്യുന്നു. ഇവിടെ താങ്കൾ സരളമായ കൃഷി കണ്ടു. ഇവിടെ നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നു. പശുവിന്റെ ചാണകം ഉപയോഗിച്ച് 2-3 തരത്തിലുള്ള കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നു. വെള്ളത്തിൽ ഗോകൃപ യോഗാമൃത് ചേർത്ത് ലയിപ്പിച്ച് നേർപ്പിച്ച് വെക്കുന്നു. ഇതുകൂടാതെ കമ്പോസ്റ്റിൽ ഗോമൂത്രവും ശർക്കരയും വെള്ളത്തിൽ മിക്സ് ചെയ്ത് മൂടി വെക്കുന്നു. അങ്ങനെ 3 മാസം കൊണ്ട് മികച്ച കമ്പോസ്റ്റ് തയ്യാറാകുന്നു. ഇത് മണ്ണിൽ ശക്തിശാലിയായ വളമായി പ്രവർത്തിക്കുന്നു. മറ്റുള്ളവർ ചെയ്യുന്നത് എന്താണെന്നാൽ അവർ വളം പച്ചയ്ക്ക് നേരിട്ട് പ്രയോഗിക്കുന്നു. അതിലൂടെ പ്രയോജനത്തിനു പകരം ദോഷകരമാകുന്നു. അനേക പ്രകാരത്തിലുള്ള ഫംഗസും മറ്റും ബാധിക്കുന്നു. എന്നാൽ ഈ വിധത്തിൽ ഉണ്ടാക്കിയ കമ്പോസ്റ്റ് വളം പ്രയോഗിക്കുമ്പോൾ അതിലൂടെ ഗുണകരമായ പ്രഭാവം ഉണ്ടാകുന്നു. അവർ 10 വണ്ടി വളം ഒരു കൃഷിക്ക് ഇടുന്ന സ്ഥാനത്ത് ഈ കമ്പോസ്റ്റ് 2 വണ്ടി മാത്രം മതിയാകും. ഇത്രയും പോസിറ്റിവിറ്റിയും പോഷകശക്തിയും പ്രദാനം ചെയ്യുന്നു. ഇതാണ് ശരി. ഞങ്ങൾ തുടക്കത്തിൽ മണ്ണിര വെള്ളം ഉപയോഗിച്ചിരുന്നു. എന്തുകൊണ്ടാണെന്നാൽ രാസവള പ്രയോഗത്തിലൂടെ നമ്മളുടെ മിത്രമായ മണ്ണിരകൾ നശിച്ചു പോയിരുന്നു. വീണ്ടും ഞങ്ങൾ മണ്ണിര ബെഡ് തയ്യാറാക്കി. അങ്ങനെ ചെയ്യുന്നതിലൂടെ അതും കമ്പോസ്റ്റായി മാറുന്നു. നമുക്ക് മണ്ണിരവാസ കേന്ദ്രവും ലഭിക്കുന്നു. ഇതിൽ നിന്നും ലഭിക്കുന്ന ടോണിക് ഞങ്ങൾ സ്പ്രേ ചെയ്തും ഉപയോഗിക്കുന്നു. അതിലൂടെ വിള സംരക്ഷണത്തിനും രോഗനിയന്ത്രണത്തിനും പ്രയോജനപ്പെടുന്നു. ഇപ്രകാരം മണ്ണിര കമ്പോസ്റ്റ് ബെഡും ഒരു കൃഷി എന്ന രീതിയിൽ നമ്മൾ പ്രയോഗിച്ചാൽ കൃഷിക്കാരന് ഇത് ജീവിതമാർഗത്തിനുള്ള നല്ല വരുമാനമാകും. താങ്കൾക്ക് കാണാം, ഈ കൃഷി സ്ഥലത്ത് അല്പം സ്ഥലത്ത് 10 വിധത്തിലുള്ള കൃഷിയെപ്പറ്റി ഞങ്ങൾ താങ്കൾക്ക് പറഞ്ഞു തന്നു. അതിൽ നഴ്സറി കൃഷിയും ഉൾപ്പെടുന്നു. പയറുവർഗ്ഗങ്ങളുടെയും എണ്ണക്കുരുകളുടെയും കൃഷിയുണ്ട്. പിന്നെ പച്ചക്കറി കൃഷിയും താങ്കൾക്ക് കാണാം. തുടക്കത്തിൽ ഞങ്ങൾ 15-20 വിധത്തിലുള്ള പച്ചക്കറികൾ ഇവിടെ വളർത്തിയിരുന്നു. ഒപ്പം 8-10 വിധത്തിലുള്ള ഫലച്ചെടികളും ഏതാണ്ട് 300 ചെടികൾ ഈ കുറഞ്ഞ സ്ഥലത്തുണ്ട്. മാത്രമല്ല ഭക്ഷ്യധാന്യമായ 3 വിധത്തിലുള്ള ഗോതമ്പ് കൃഷി ചെയ്യുന്നു. പിന്നെ പയറുവർഗ്ഗത്തിൽ മസൂർ പരിപ്പുണ്ട്, എണ്ണക്കുരു വർഗ്ഗത്തിൽ കടുകുണ്ട്, ഫ്ലാക്സ് സീഡ് ഉണ്ട്. ഇവയെല്ലാം ഞങ്ങൾ സന്നിവേശിപ്പിച്ചിരിക്കുന്നു.
കൃഷിക്കാർ ഇത് കാണുന്നതിലൂടെ അവർക്ക് മനസ്സിലാകും കൃഷിക്കാരന്റെ എല്ലാ കാര്യങ്ങളും അവരുടെയും മറ്റുള്ളവരുടെയും ആവശ്യങ്ങൾ ഈ ചെറിയ മാതൃകയിലൂടെ സഹജമായി പൂർത്തീകരിക്കപ്പെടുന്നതാണെന്ന്. പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലൂടെ ലഭിച്ച ഈ ശാശ്വത യോഗി കൃഷിയുടെ പ്രേരണയിലൂടെ ഇപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടായി. ഈ ശാശ്വത യോഗി കൃഷി ആധ്യാത്മികമായ വിപ്ലവത്തിലൂടെ തന്നെയാണ് സംഭവ്യമാകുന്നത്. അതിനാൽ ഞങ്ങളുടെ ജീവിതം ഇപ്പോൾ ഇതിനുവേണ്ടി തന്നെയാണ് സമർപ്പിച്ചിട്ടുള്ളത്. അതായത് ഞങ്ങൾക്ക് എങ്ങനെ കർഷകരുടെ നന്മ ചെയ്യാം, എങ്ങനെ പക്ഷിമൃഗാദികളെയും പരിസ്ഥിതിയെയും വീണ്ടും സാത്വികവും ശുദ്ധവുമാക്കാം. ഇവിടെ ഞങ്ങൾ ഈ ഉദ്ദേശം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ കൃഷിക്കാരും ഈ വിപ്ലവം, അതായത് ശാശ്വത യോഗി കൃഷി രീതി പ്രയോഗിക്കുകയും ഒപ്പം പരമാത്മാവിന്റെ ഓർമ്മയും പശു ആധാരിതമായ കൃഷി ചെയ്യുകയാണെങ്കിൽ കുറഞ്ഞ ചെലവിൽ അവർക്ക് മികച്ച വരുമാനവും സന്തുഷ്ട ജീവിതവും പ്രാപ്തമാകും.